എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഉത്രം നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Seven of Swords, Six of Cups, Six of Swords, Page of Cups, Four of Wands, Page of Wands. ആദ്യം തന്നെ 7 of Swords and 4 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒത്തിരി ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ ചില ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചതിക്കപ്പെടാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളൊരു ഭയം നിങ്ങളെ അലട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ വഞ്ചിക്കപ്പെടും ചെയ്യും എന്നുള്ളതല്ല. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അത്ര നല്ലതായിരിക്കില്ല അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചതി വഞ്ചനയൊക്കെ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ടൊരു ഭയമാണ്. പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായിട്ട് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഫീലിങ്ങും ഭയവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. അതെടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും നിങ്ങളായിട്ട് വെച്ചിട്ട് മറന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിടെ മനസ്സിൽ സംശയം തോന്നുന്ന ആളുകളെ സംശയദൃഷ്ടിയോടെ നോക്കുന്നതാവാം. പിന്നീട് അത് ലഭിക്കുമ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളായിട്ട് അവിടെ വച്ചതായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ വരികയും ചെയ്യുന്ന സിറ്റുവേഷൻ ആവാം. അപ്പോൾ അത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും ഒക്കെ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാരുന്നതിന് മുമ്പ് അത് അവിടെ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി അഥവാ ഇല്ലെങ്കിൽ കൂടിയും സിറ്റുവേഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ പലരോടും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളോടുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ്, ഒരു സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന സിറ്റുവേഷൻസ് കൂടുതലായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ചധികം ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ്, ഗിൽറ്റി ഫീലിംഗ്, ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ ചാൻസസ് ഉള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ദൈവികവും ആത്മീയമായിട്ടുള്ളൊരു ചൈതന്യം നിങ്ങളെ സഹായിക്കുന്നതാണ് അതിൽ. അപ്പം ക്ഷേത്രങ്ങളോ പള്ളികളിലോ അതുപോലെ സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ ആരാധനയോ അതേപോലെ ഈ പറഞ്ഞ പോലെ ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യമൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. അതേസമയം തന്നെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒത്തിരി അതിൻ്റെ സന്തോഷം, ആഘോഷവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വയ്ക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ജീവിതത്തിൽ വലിയൊരു മൈൽ സ്റ്റോണാണ് നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് വളരെയധികം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട്, അല്ലെങ്കിൽ ആ ഒരു ഇത് നിങ്ങൾ എക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യം, ഹാപ്പിനെസ്, ഹാർമണി നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു തൃപ്തിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതേപോലെ 6 of Cups ആൻഡ് Page of Cups എനർജിയാണ്. ഇമോഷണലി ഒത്തിരി കണക്റ്റഡ് ആവാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് ചുറ്റുപാടും നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ നിങ്ങൾ മിസ് ചെയ്യുന്നതാവാം. കാരണം നിങ്ങളുടെ അടുത്ത സുഹൃത്ത് ചിലപ്പോൾ സ്ഥലം മാറിപ്പോയിട്ടുണ്ട്, അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് അവർ നിങ്ങൾ മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആവും. ആ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിയ, ആരെയോ ഓർക്കുന്ന ഒരു സമയം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പഴയ ചില സൗഹൃദങ്ങളൊക്കെ പുതുക്കാനുള്ള അവസരം കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു ചെറുപ്പത്തിൽ അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന സമയത്തായിരിക്കും, ചെറുപ്പകാലത്തായിരിക്കും നിങ്ങൾ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില ഹോബീസ് ഉണ്ടാവും, നിങ്ങളുടെ ആക്ടിവിറ്റീസും
അതൊക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ പ്രായമായതിനു ശേഷം അതൊന്നും ചെയ്യാനായിട്ടുള്ള അവസരവും കാര്യങ്ങളോ ജീവിത പ്രാരബ്ധങ്ങൾ കൊണ്ടിട്ടൊക്കെ ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു മനസ്സിൽ ആ ഒരു എന്താണ് അന്ന് വിട്ടുപോയ നഷ്ടപ്പെട്ടു പോയിട്ടില്ല ആ കാര്യങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ റീകണക്റ്റ് ചെയ്യാണ് നിങ്ങളുടെ പഴയ മനസ്സിലുള്ള മെമ്മറി കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങൾ റീകണക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളായിട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് സ്കൂൾ കോളേജ് റീയൂണിയൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഒത്തിരി ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് എനർജി ആൻഡ് 6 ഓഫ് കപ്സ് ആണത് എന്ന് പറയുന്നത് ഒത്തിരി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ. പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിവാഹത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ഒരു സമയമായിരിക്കും ഈ ഒരു വർഷം. അതായത് ഒത്തിരി വർഷമായിട്ടുള്ള പ്രണയം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതിരുന്നത് കൊണ്ട് വിവാഹത്തിലേക്ക് പോകാതിരുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ഇമോഷണൽ ബ്ലോക്സ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലല്ല, ഒരു കൺട്രോളും നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. അതായത് നിങ്ങളുടെ കൺട്രോളിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊരു തരത്തിൽ വളരെയധികം വലിയൊരു സന്തോഷം, ഒരു തൃപ്തിയും അതേപോലെ സമാധാനവും ഒക്കെയാണ്. ഓക്കെ, കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അത് വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 6 ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് വരുന്നതിൻ്റെ തൃപ്തിയുണ്ട്. ഇതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരൊക്കെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഒരു ഉഷാർ ഇല്ലാത്തൊരു ഇതിൽ നിന്ന് നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവ്, അതായത് എക്സ്പ്ലോസീവ് എനർജിയാണ്. അതായത് പ്രായഭേദമന്യേ ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ, അധികം ആക്റ്റീവ് അല്ലാത്ത ആളുകൾ പോലും കുറച്ച് ആക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഏർപ്പെടും. ചിലപ്പോൾ ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ അവർ വളരെയധികം തൽപരരാകും, അതിലേക്ക് പോകുന്നുണ്ട്. കാരണം ഭയങ്കര സ്ട്രോങ് എക്സ്പ്ലോസീവ് എനർജി ആയതുകൊണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുന്നുണ്ടാവാം, പരിചയക്കാർ. അപ്പോൾ നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളും ഏറ്റെടുത്ത് അങ്ങനെയുള്ള ഇതിലേക്ക് ഫ്രീ സ്പിരിറ്റഡ് ആണ്, അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോകും. നിങ്ങൾക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ, എന്തുകൊണ്ട് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്ന ചില ഐഡിയാസിൽ നിന്നൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ടെന്നുള്ളൊരു ഫീലിംഗ്. കാരണം ജീവിതം അവസാനിച്ചു എന്നുള്ളൊരു ഫീലിംഗിൽ നിന്ന് ജീവിതം ബാക്കിയുണ്ടെന്നുള്ളൊരു ഫീലിംഗിലേക്ക് വരികയും ജീവിതം വീണ്ടും നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇതുവരെ വെറുതെ ഇങ്ങനെ അങ്ങ് മുന്നോട്ടേക്ക് പോകുമായിരുന്നെങ്കിൽ വീണ്ടും ജീവിക്കാൻ തുടങ്ങുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 6 ഓഫ് സോഡ്സ് ആൻഡ് 4 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രോത്താണ് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെ സാധ്യതകളുള്ളൊരു സമയമാണ്, മുന്നോട്ടേക്കുള്ളൊരു യാത്രയാണ്, ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതായത് പ്രൊമോഷൻ, ശമ്പള വർധനം, ഇതുപോലുള്ള കാര്യങ്ങൾ. അതേസമയം തന്നെ മൂവിങ് ഫോർവേഡ് എനർജിയാണ്. മൂവിങ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ മുന്നേറ്റം തന്നെയാണ്, ജോലി സംബന്ധമായിട്ട് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, ഒരു യാത്രയാണ്. ഒരു ഓൾഡ് ചാപ്റ്റർ കഴിഞ്ഞു, ഇനി പുതിയൊരു ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ജീവിതം തന്നെ നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആഗ്രഹിച്ചെന്താണോ അതിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുക, അല്ലെങ്കിൽ ഒഴുകി നീങ്ങുന്ന ഒരു സാഹചര്യം. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്, വിദേശത്തേക്ക് പോകാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യവും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു വർഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയം തന്നെയാണ് ഈ ഒരു വർഷം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന സമയത്താണ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഡേറ്റ്, ഇപ്പോൾ ഒരു ഡേറ്റ് ഒരു 31-ാം തീയതി പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആ ഒരു 29-ാം തീയതിയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക.
അത് ആ ഒരു ഇത് മാറ്റി പിടിക്കുക. കാരണം ഒരു 31-ാം തീയതി പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നാണോ അത് മനസ്സിലാക്കിയത്, എന്നാണോ അത് കേട്ടത്, അന്ന് തന്നെ അത് ചെയ്ത് തുടങ്ങുക, ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ. അല്ലാതെ പക്ഷം പിന്നീട് അതിൻ്റെ അവർ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോഴോ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെ കാര്യങ്ങൾ നടക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.